സ്കൂളിൽ ഓണാഘോഷത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും ആഘോഷത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടുമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ. സ്കൂൾ അധികൃതരുടെ തീരുമാനത്തെയും രക്ഷിതാക്കളുടെയും പോലീസിന്റെയും എതിർപ്പിനെയും മറികടന്ന് താമരയൂരിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം +1, +2 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് സ്കൂളിൽ വിപുലമായ ഓണാഘോഷം ഒഴിവാക്കാൻ അധികൃതർ തീരുമാനിച്ചത്. സംഘർഷത്തിൽ ചില വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഓണാഘോഷം പൂർണ്ണമായും ഒഴിവാക്കാൻ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തയ്യാറായില്ല. +1, +2 വിദ്യാർത്ഥികൾ സ്കൂളിന് പുറത്ത് പ്രത്യേക ആഘോഷ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചെങ്കിലും രക്ഷിതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് +1 വിദ്യാർത്ഥികൾ പരിപാടിയിൽ നിന്നും പിന്മാറി. +2 വിദ്യാർത്ഥികളാകട്ടെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ തയ്യാറായില്ല. സ്കൂളിലെ 350ഓളം +2 വിദ്യാർത്ഥികളിൽ പെൺകുട്ടികളടക്കം 160ഓളം പേരാണ് താമരയൂരിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്തത്. 1 ലക്ഷം രൂപയിലധികം ചെലവഴിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സ്കൂൾ ഓണാഘോഷം നടത്താൻ അവർ സമ്മതിക്കുന്നില്ല. അതിന്റെ പുറത്ത് ഗ്രാൻഡ് ആയിട്ട് പരിപാടി നടത്തും. ഉള്ളിൽ വെച്ചുള്ള പരിപാടി കിട്ടുക പറഞ്ഞപ്പോ ഞങ്ങള് പുറത്ത് അന്തസ്സായിട്ട് പരിപാടി നടത്താൻ നോക്കി. അത് ഇത്ര നേരമായിട്ട് മുടക്കാൻ നോക്കി. ഞങ്ങൾ അന്തസ്സായിട്ട് ഇവിടെ പരിപാടി നടത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മേഖലയിലെ പ്രമുഖ ബാൻഡ് സംഘത്തെയാണ് പരിപാടിക്കായി ബുക്ക് ചെയ്തത്. ആഘോഷത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഡ്രസ് കോഡും ഏർപ്പെടുത്തിയിരുന്നു. ആഘോഷം ഒഴിവാക്കണമെന്ന് രക്ഷിതാക്കളും പോലീസും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വിദ്യാർത്ഥികൾ നിലപാടിൽ ഉറച്ചുനിന്നു. ഒടുവിൽ ജൻസികളുടെ വാശിക്ക് മുന്നിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പോലീസിനും വഴങ്ങേണ്ടി വന്നു. ജൻസികൾ ആഘോഷം കളറാക്കുകയും ചെയ്തു. എന്നാൽ ഇതേസമയം സ്കൂളിൽ ലളിതമായ രീതിയിൽ ആഘോഷം സംഘടിപ്പിച്ചിരുന്നുവെന്ന് PTA ഭാരവാഹികൾ അറിയിച്ചു. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇതിൽ നിന്നും വിട്ടുനിൽക്കുകയും പുറത്ത് ആഘോഷ പരിപാടി സംഘടിപ്പിക്കുകയുമായിരുന്നുവെന്ന് PTA ഭാരവാഹികൾ പറഞ്ഞു.